ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ സൂ ഒക്കെ കണ്ടിറങ്ങി. സമയം 7 മണിയായി. ഇപ്പം നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കണം. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയുടെ ബോർഡറിൽ ഒരു പമ്പിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഫ്രണ്ട്സിനെ കിട്ടി, 2 പേരെ. രാത്രി 10 മണിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ അവർക്ക് നമ്മുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കണം. പിന്നെ സെൽഫി എടുത്തു. आप उधर ऊटी आने के टाइम हम लोगों കേരള ആവും. ഓക്കെ, നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത പമ്പാണ് കേട്ടോ ഇത്. MRPL, അതായത് മഹാരാഷ്ട്ര ബോർഡറിനടുത്താണ് ഈ പമ്പ്. കുഴപ്പമൊന്നുമില്ല, നല്ല ബാത്റൂമും എല്ലാമായിരുന്നു. മ്യൂസിയം നല്ലായിരുന്നു. 2 പേരും എഴുന്നേറ്റിട്ടില്ല. ആദ്യം അതുങ്ങളും എഴുന്നേറ്റിട്ടില്ല. 2 പേര് മാത്രമേ എഴുന്നേറ്റുള്ളൂ. നമ്മളിവിടെ നിന്ന് ഇപ്പം റെഡിയായി. ഇവിടെ നേരെ നമ്മൾ ആ പമ്പിൻ്റെ ഇപ്പുറത്തൊരു കടയിൽ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. അന്നേരത്തെ അവിടെ ഒരു സംഭവം കിടക്കുന്നു, ഒരു ലോറിയിൽ ഇങ്ങനെ ഒരു സാധനം. എന്താണോ എന്തോ, ഇതെന്താന്ന് ഒരു പിടുത്തമില്ല. ഇതൊരു നീളമാണെന്ന് നോക്കി. വേറെണ്ണോ അല്ല, ഇനി അങ്ങോട്ടുണ്ട്. കണ്ടോ കിടക്കുന്നു. ഞങ്ങളിതേ പിള്ളേർ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുക. നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് നോക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ തന്നെ യാത്ര തുടങ്ങി. ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്തത് നിപ്പാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് മഹാരാഷ്ട്രയുടെ ഒരു തൊട്ടടുത്ത് ബോർഡർ അടുത്തായിട്ട് വരും ഒരു പമ്പിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പം ഇന്ന് രാവിലെ നമ്മളിപ്പോൾ അവിടുന്ന് തന്നെ റെഡിയായി. നമ്മൾ രാവിലെ ഇപ്പൊ കോലാപ്പൂരിലേക്ക് പോകുന്നത്, ന്യൂ പാലസ് കാണാൻ. കോലാപ്പൂർ ന്യൂ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സമയം ഇപ്പം 7 കഴിഞ്ഞതേ ഉള്ളൂ. ആദി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യം അച്ഛയും ഞാനും റെഡിയായി. പക്ഷെ ആദിമോള് മാത്രം എഴുന്നേറ്റിട്ടില്ല, പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് വല്ലതും റെഡിയാക്കാന്ന് കരുതി. ഞങ്ങൾ അതുകൊണ്ട് അവളെ മാത്രം അധികം വിളിച്ചില്ല. നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ആദ്യപ്പന്നെ ഇഷ്ടപ്പെട്ടോടാ? നല്ല ഭംഗിയുണ്ടല്ലേ, നീണ്ടു കിടക്കുക. ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. നട്ടേക്കുന്ന ഉള്ളിയാണെന്ന് തോന്നുന്നല്ലേ. ഉള്ളിയാണോ അത്? ഉള്ളിയോ സവാളയോ പോലെ വയ്ക്കുന്ന അതിന്റെ തണ്ട് കണ്ടോ? നല്ല ഭംഗിയുണ്ട്. നമ്മൾ കിടന്നുറങ്ങിയപ്പോഴേ വെളുപ്പിനെ ഈ കാളവണ്ടിയില് കുറേ കാളവണ്ടികൾ പോകുന്നു, കൊടിയൊക്കെ വെച്ചിട്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അമ്പലത്തിലെ വല്ലതും പോകുന്നതായിരിക്കും അല്ലേ. പക്ഷെ ഞാൻ എഴുന്നേറ്റ് എന്നാ വീഡിയോ എടുക്കാന്ന് കരുതിയപ്പോഴത്തേക്കും ഇന്നലെയും നമ്മൾ കണ്ടു അങ്ങനെയല്ലേ. വല്ല അമ്പലങ്ങളിലോ അങ്ങനെ വല്ലതും പോകുന്നതിന്റെ ആയിരിക്കും. ഉടനെ നോക്കിയേ വേണ്ട. അതെ, വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് അടുത്ത ടോളാണോ? അവിടെ ഇല്ലല്ലോ. അപ്പുറത്തെ
അങ്ങനെ തന്നെ അങ്ങനെ ഓപ്പൺ ആയിട്ടിട്ടേക്കുന്നേ. പേരൊന്നും എഴുതി വെച്ചു. ഇതില്ലാത്ത ടോളാണോ? ചുമ്മാ ആണോ? ഓ, വെയിറ്റ് നോക്കുന്നല്ലേ ലോറികളുടെ ഒക്കെ. അപ്പൊ അതിന് ഫീസ് അടയ്ക്കണോ? ഇങ്ങോട്ട് വന്ന ട്രക്കുകൾ മാത്രമേ കാണാനുള്ളൂ അല്ലേ? കണ്ടോ? അയ്യോ, ദേ സൂര്യൻ രാവിലത്തെ. കോലാപ്പൂരിലെ സൂചനയാണോ? ബോർഡർ ചെക്ക് പോസ്റ്റ് കങ്കൽ, മഹാരാഷ്ട്ര. ചിലപ്പോ ആ ഡ്രസ്സ് കണ്ടോ? എനിക്ക് തോന്നുന്നു ചിലപ്പോ അവർ അങ്ങോട്ട് വരുന്നതായിരിക്കും. ഒരു പ്രത്യേക രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തല്ലേ. കയ്യിൽ വടിയുണ്ട് എല്ലാവരുടെയും കയ്യില്. അതും ചെത്തി എനിക്കൊരു വെള്ള കളറിലല്ലേ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ എന്നേലൊക്കെ കണ്ട് ചിലപ്പോ ഫോൺ ഓഫ് ആയിരിക്കും. അപ്പൊ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും അവിടെ കഴിഞ്ഞു പോകും. നല്ല കൃഷിയാ. സവോളയാ കേട്ടോ, സവോള. സുസ്വാഗതം മഹാരാഷ്ട്ര രാജ്യം. അങ്ങനെ മഹാരാഷ്ട്ര കേറി അല്ലേ? അതെ, മഹാരാഷ്ട്ര കയറി. അത് പിന്നെ നമ്മൾ എവിടെ കൂടെ പോകുന്ന ഇപ്പം? നമ്മളിപ്പോ എതിലേക്കൂടെയാ പോകുന്നേന്ന്? ആണോ? അതുണ്ടോ? സ്കൂളാണോ? അതെന്തായിരുന്നു? അതുണ്ടോ ചേച്ചി? എന്തോ കാര്യാലയം ഒക്കെയാ. പഴയ കെട്ടിടങ്ങളാ, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല രസമുണ്ട് ഇങ്ങോട്ടുള്ള മിക്ക കെട്ടിടങ്ങളും കാണാനായിട്ട്, പണ്ടത്തെ കെട്ടിടങ്ങൾ. അതെ, ഇതുപോലെ രാവിലെ പോകുന്ന കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിനെ പോകുന്ന കണ്ടെന്ന്. കണ്ടോ കാളവണ്ടി? അതെ. ആ, വല്ല അമ്പലത്തിലേക്കും പോകുന്നതായിരിക്കും അത് അല്ലേ? ഇവിടെ എല്ലാം ഉണ്ടോ പഴയ കെട്ടിടങ്ങള്. അതിന് വലിയ പൈപ്പിന്റെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണോ? കൊള്ളാം, വലിയ കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയുടെ മോളിൽ വെച്ച് കെട്ടേണ്ടി വരുന്ന. ഇവിടേക്ക് ചുമ്മാ ഈ പറമ്പിലൊക്കെ ഈ ബൊഗൈൻവില്ല എന്തേരെയാണേ. നമ്മുടെ അവിടെ ഒരു ബൊഗൈൻവില്ല വാങ്ങിക്കാൻ ചെല്ലണമെങ്കിലും അത് പല കളറ്. നമ്മുടെ അവിടെ വാങ്ങിക്കാൻ ചെല്ലണമെങ്കിൽ 450 രൂപയൊക്കെയാണ് ഒരെണ്ണം. ചുമ്മാ പറമ്പിൽ കൂടെ പല കളറുകൾ അല്ലേ. കിർലോസ്കർ ഓയിൽ എൻജിൻസോ? കിർലോസ്കറുകാരുടെയാണോ? ചെറിയൊരു അമ്പലം. മഹാരാഷ്ട്രയിലെ നാനോ ദേ പോന്നു. അതേ പോന്നു. കാളവണ്ടി കണ്ടോ? ആദ്യം പിന്നെ കാളവണ്ടി. കാളയ്ക്ക് തിന്നാനുള്ള പുല്ലും അത് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത് അല്ലേ. അല്ലെ പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട്.
ഗരുഡ് ഷീവ് ആട്ടമി റാലി പിന്നെ അത് ആ, ആയിരിക്കും. എന്നാ അത്രയും സെക്കൻഡ് സ്കൂൾ വരാൻ പാടില്ല ഇവിടെയൊന്നും. അതുണ്ട്. എല്ലായിടത്തും വഴിപ്പണികൾ നടക്കുക അല്ലേ? അതുണ്ടോ? അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതാന്ന് തോന്നുന്നു ആ സാധനം. ഉണ്ടോ? എനിക്ക് മുമ്പേ ആ കാളവണ്ടി പോകുന്ന അമ്പലത്തിലേക്ക് തന്നെ ആയിരിക്കും അതും കൊണ്ടുപോകുന്നത് അല്ലേ? ഇപ്പൊ ഇതുപോലെ കുറെ കൊണ്ടുപോകുന്ന കണ്ടു. ഇവിടെ 23 ഡിഗ്രി ഉള്ളല്ലേ? വെളിയിൽ തണുപ്പുണ്ടാവും. മഹാകുംഭ്, കാരാഗിർ മഹാകുംഭ്. ഏത് മഹാരാഷ്ട്രയിലെയാണോ? അത് അമ്പലത്തിന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലേക്കാണോ ഇനി അവരിങ്ങോട്ട് വന്നത്? നമ്മൾ കണ്ടില്ലായിരുന്നോ കാളവണ്ടിയെ വന്നത്? ഇവിടുത്തെ ഡ്രസ്സിന്റെ രീതിയാണോ? ആ ശരി. നമ്മളെവിടെയാ മോളെ? മഹാരാഷ്ട്ര കോലാപൂർ. എടാ കോലാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ. കഴിക്കാം കടകൾ തുറന്നിട്ടുണ്ട്. ആ നല്ല കാര്യം. കോലാപൂരി ചെരുപ്പ് കിട്ടുമോ? ഇവിടെ നല്ല ചെരുപ്പ് കിട്ടും, കോലാപൂരി ചെരുപ്പ്. വലിയ ടൗണാ അല്ലേ? അത്യാവശ്യം നല്ല വലിപ്പമുള്ളൂ. ഇതെല്ലാം ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് വായിച്ചു വരാൻ ഇച്ചിരി സമയം എടുക്കും അല്ലേ? അതിപ്പോ അറിയാം. ലാലുക സർക്കാരി എന്നാ ഖരീദി വിക്രി ഒക്കെ ഇന്ന് മുള കൊണ്ട് എന്തോ ഉണ്ടാക്കുന്നതാണല്ലേ? കണ്ടോ? വണ്ടി മുള കൊണ്ടുള്ള ബാറ്റാണോ അത്? ആ ബാറ്റ് മേടിച്ചു. കോലാപ്പൂർ നമ്മൾ ബാറ്റ് ഉണ്ടാക്കുന്ന കണ്ടതാണേ. ആദിക്ക് ബാറ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മളത് നോക്കാന്ന് കരുതി. कितना 350? അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിലോട്ട് കയറുകയായിരുന്നു.